അറിയിക്കുന്നുണ്ട്. ദീപക്, തവനൂർ സബ് ജയിലിലേക്കാണോ? സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കൃത്യമായി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുന്നു. സബ് ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു MLA സബ് ജയിലിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. തവനൂർ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് 14 ദിവസത്തേക്ക്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ വേണ്ടി, കാരണം ചില സംഘടനകൾ നുഴഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന ചില ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ DMK അല്ലാതെ, അൻവറിന്റെ സംഘടനയായ DMK അല്ലാതെ അതുമായി ബന്ധമുള്ള ചില സംഘടനകൾ കൂടി നുഴഞ്ഞുകയറി എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന വിവരം ലഭിച്ചിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഈ PV അൻവറിനെ കൊണ്ടുപോകുന്ന വഴിയിൽ ഉൾപ്പെടെ കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. തവനൂർ സബ് ജയിലിലേക്ക് അല്പസമയത്തിനകം തന്നെ അൻവറിനെ കൊണ്ടുപോകുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തവനൂർ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഉന്മേഷ്. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. അദ്ദേഹത്തെ തവനൂർ സബ് ജയിലിലേക്ക് ഇപ്പോൾ അയക്കും എന്നാണ് ദീപക് അറിയിക്കുന്നത്. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന വഴി ഓരങ്ങളിലൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശം ഇതിനോടകം പോലീസ് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ വിപിൻ സി വിജയൻ കൂടി ചേരുന്നു. വിപിൻ, അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കുകയാണല്ലോ ഈ തവനൂർ സബ് ജയിലിലേക്ക്, അങ്ങനെയാണോ വിപിൻ? PV അൻവർ MLA ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് ആണ് കൊണ്ടുപോകുന്നത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. ഭരണകൂട ഭീകരത എന്ന് തന്നെ അദ്ദേഹം ആവർത്തിക്കുന്നു. വണ്ടിയിലേക്ക് വീഴില്ല. PV അൻവർ MLA റിമാൻഡ് ചെയ്തിരിക്കുകയാണ് മജിസ്ട്രേറ്റ്. ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. തവനൂർ സബ് ജയിലിലേക്കാണ് PV അൻവറെ പോലീസ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നിലമ്പൂർ DFO ഓഫീസിലുണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതിയാണ് PV അൻവർ MLA. അദ്ദേഹത്തെ ഇന്ന് വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. അതിനുശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി. ഇന്ന് ജാമ്യാപേക്ഷ നൽകിയില്ല PV അൻവർ MLA. അദ്ദേഹം മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് പോകുന്നതിന് മുൻപ് അത് വ്യക്തമാക്കിയിരുന്നു. ഇന്ന് ജാമ്യാപേക്ഷ നൽകില്ല എന്ന്, നാളെ കോടതിയെ സമീപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന് ഇപ്പോൾ ജാമ്യമില്ല. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ PV അൻവർ MLA ജയിലിലേക്ക്, തവനൂർ സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ ഇപ്പോൾ മജിസ്ട്രേറ്റ് അയച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനി നിലമ്പൂരിൽ നിന്ന് 79 കിലോമീറ്ററോളം ദൂരമുണ്ട് തവനൂർ സബ് ജയിലിലേക്ക്. അത് നീണ്ട ഒരു യാത്രയാണ്. സുരക്ഷ ശക്തമാക്കാനുള്ള നിർദ്ദേശം കൂടി പോലീസ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇന്ന് അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഗൂഢാലോചന പോലീസ് സംശയിക്കുന്നതായി നേരത്തെ ദീപക് ധർമ്മടം റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ചടുല നീക്കമെന്നാണ് ആ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത്.